CPM ഭരിച്ചിരുന്ന ഗ്രാമപഞ്ചായത്ത് UDF പിടിച്ചെടുത്തു. കാസർഗോഡ് ജില്ലയിലെ ഉദുമ പഞ്ചായത്തിൽ ചരിത്രം തിരുത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് അധ്യക്ഷ സ്ഥാനം വന്നിരിക്കുകയാണ്. ഇന്ന് നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ചന്ദ്രൻ നാലാം വാതുക്കൽ വിജയിച്ചു. LDF സ്ഥാനാർത്ഥി CPMിലെ PV രാജേന്ദ്രനെ അതിശക്തമായ മത്സരത്തിൽ 11-നെതിരെ 12 വോട്ടുകൾക്കാണ് ചന്ദ്രൻ പരാജയപ്പെടുത്തിയത്. അതായത് ആകെ 23 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ UDFന് 12 അംഗങ്ങളും LDFന് 11 അംഗങ്ങളുമാണുള്ളത്. ഈ കേവല ഭൂരിപക്ഷത്തിൻ്റെ കരുത്തിലാണ് UDF പ്രസിഡന്റ് സ്ഥാനം തിരിച്ചുപിടിച്ചത്. നമുക്കറിയാം, 6 മാസങ്ങൾക്ക് മുൻപ് നറുക്കെടുപ്പിലൂടെ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിച്ചതിൻ്റെ വലിയ ആവേശത്തിലാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും അണികളും. അതായത് UDFന് ഒരബദ്ധത്തിലൂടെ നഷ്ടപ്പെട്ട പഞ്ചായത്തായിരുന്നു ഉദുമ. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡിസംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകൾ കയ്യിലുണ്ടായിരുന്നിട്ടും ഒരംഗം വോട്ട് അസാധുവാക്കി. അതോടെ 11-11 എന്ന നിലയിൽ തന്നെ എത്തിച്ചതോടെയാണ് അവിടെ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത്. അതിൽ CPMൻ്റെ രാജേന്ദ്രനെയാണ് അന്ന് ഭാഗ്യം തുണച്ചത്. അങ്ങനെ 6 മാസക്കാലം അവർ ഇതും കാത്തു നിൽക്കുകയായിരുന്നു UDF നേതൃത്വം. അങ്ങനെ ഭൂരിപക്ഷം വ്യക്തമായി ഉണ്ടായിട്ടും ഭരണം നഷ്ടപ്പെടുത്തിയ ഒരു സംഭവം UDFനെ വലിയ നിരാശയിലാക്കി. കാസർഗോഡിൻ്റെ MP രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം ഈ വോട്ട് പാഴാക്കിയ അംഗത്തെ വളരെ മോശമായി വിമർശിക്കുന്നത് നമ്മൾ കണ്ടു. എന്നാൽ അതെല്ലാം നൽകിയ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുൻപ് നടന്ന സംഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ വളരെ ശ്രദ്ധയോടെയാണ് ഇരുമുന്നണികളും പ്രത്യേകിച്ച് UDF വോട്ടെടുപ്പിനെ സമീപിച്ചത്. ഇതിലേറ്റവും പ്രധാനം ഇപ്പോൾ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ചന്ദ്രൻ്റെ വോട്ട് തന്നെയാണ് കഴിഞ്ഞ തവണ അസാധുവായത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധിച്ച ചന്ദ്രൻ തന്നെ പ്രസിഡന്റായി മാറുന്ന ഒരു തീരുമാനമാണ് ഉണ്ടായത്. കഴിഞ്ഞ മാസം UDF കൊണ്ടുവന്ന വിശ്വാസ പ്രമേയം പാസ്സായതിനെ തുടർന്ന് LDF പ്രതിനിധിയായിരുന്ന പ്രസിഡന്റ് PV രാജേന്ദ്രൻ സ്ഥാനമൊഴിഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ പ്രത്യേക യോഗം ചേർന്നത്. പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടന്ന തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് ഉദ്യോഗസ്ഥർ വളരെ ശ്രദ്ധയോടെ തന്നെ നേതൃത്വം നൽകി. ജനാധിപത്യ പ്രക്രിയയിൽ ഓരോ വോട്ടുകൾക്കുമുള്ള പ്രാധാന്യം അത് എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ സംഭവം. ഇത്തവണ ഭൂരിപക്ഷം ഉറപ്പിച്ച് വിജയിച്ചതോടെയാണ് UDF ഉദുമ പഞ്ചായത്തിൻ്റെ ഭരണം തിരിച്ചുപിടിച്ച് ആഹ്ലാദം പങ്കിട്ടത്. ഈ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF പ്രവർത്തകർ മധുര വിതരണവും അതുപോലെ പടക്കം പൊട്ടിക്കലും ഒക്കെ ചെയ്തത് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിനേക്കാളും വലിയ ആവേശത്തോടെയാണ്. പുതിയ പ്രസിഡന്റിനെ ആനയിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനവും ഒക്കെ നടത്തി. ഏതായാലും UDFന് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് എല്ലാ മേഖലകളിലും പ്രാദേശികമായി വലിയ ആവേശം നൽകിയ ഒന്നാണ് ഉദുമ പഞ്ചായത്ത് ഭരണം എന്നതിൽ സംശയമില്ല.